ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ കുക്കിംഗ് വ്ളോഗ്. അപ്പോൾ ഞാൻ ഇന്ന് ഇതുവരെ ചെയ്യാത്ത ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ സക്സസ് ആയതുകൊണ്ട് തന്നെയാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കടച്ചക്കയാണ്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കടച്ചക്ക മസാല തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ സ്റ്റൗവിൽ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം കറിവേപ്പില ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ, കടുകിട്ട് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് എന്നിവയൊക്കെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കടച്ചക്കയുടെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിലേക്കും മസാല പറ്റുന്ന രീതിയിൽ നല്ലതുപോലെ ഒരു 5 മിനിറ്റ്സ് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചാറ് ഏകദേശം വറ്റി വന്നപ്പോഴേക്കും ചിക്കൻ മസാല പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ മസാല നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതും നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ശേഷം ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കുക്കറിൽ വെച്ചിട്ട് തന്നെ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുക്കർ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് പണിയും തീരും. അപ്പോൾ നിങ്ങൾക്ക് വേറെ പാത്രങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാവുന്നതാണ്. കടച്ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. അങ്ങനെ കടച്ചക്ക റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് വീട്ടിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഹോണസ്റ്റ്ലി ഇത് അടിപൊളിയാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഇറച്ചിയൊക്കെ കഴിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഇറച്ചിയില്ലാത്ത സമയത്ത് നിങ്ങളുടെ വീട്ടിൽ കടച്ചക്ക ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. അടിപൊളി മസാലയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.